കേര, കക്ക, കൊഞ്ച്, കണവ, പിന്നെ അങ്ങനെ നീണ്ട ലിസ്റ്റാണ് പട്ടികയിലുള്ളത്. വന്നേക്ക് നല്ല ഉച്ചഭക്ഷണം കഴിക്കാനാണ്. അതിൽ വർഷങ്ങളായി തന്നെ ഒരു ഉമ്മയുടെ ഉമ്മയും എല്ലാവരും ചേർന്ന് നടത്തുന്ന കട. ഇപ്പോൾ ഉമ്മയുടെ മക്കളുണ്ട് സഹായത്തിന്. അങ്ങനെ ഒരു കുടുംബം നടത്തുന്ന ചെറിയ കട. പക്ഷേ വിഭവങ്ങൾ നിരവധിയാണ്. കാണാം കാഴ്ചകൾ. ബാ പോര്. ഇപ്പോൾ അതിനുശേഷം അപ്പോൾ ഉമ്മ വേറെ പുതിയൊരു കട തുടങ്ങിയേക്കുന്നു, ഹോംലി മീൽസ്. അത് പക്ക ഹോംലി മീൽസ് ആട്ടോ കാര്യങ്ങൾ. കാരണം കുടുംബത്തിലെല്ലാവരും ചേർന്ന് നടത്തുന്നു. ഉമ്മയുണ്ട്, ഉമ്മയുടെ 3 മക്കളുണ്ട്, ഉമ്മയുടെ ഉമ്മ ഉണ്ട്. അങ്ങനെ മൊത്തം ഒരു ഫാമിലി നടത്തുന്ന കടയാണ്. തിരക്ക് കണ്ടില്ലേ, നല്ല തിരക്കാട്ടോ. ബഷീർ എന്ന് പറയുന്നത് എൻ്റെ വാപ്പാടെ പേരാണ്. മരിച്ചിട്ട് ഇപ്പോൾ 14 വർഷമായി. അന്നേരം വാപ്പാടെ ഒരു ഓർമ്മ, വാപ്പാക്ക് പണ്ട് ഹോട്ടലുണ്ടായിരുന്നു കൊല്ലത്ത് ചിന്നക്കടയിൽ. ആ ഒരു ഇതിൽ എനിക്ക് ചെറിയ ജോലി ഉണ്ടായിരുന്നു, പ്രൈവറ്റായിട്ട് ഹോമിയോയില്ലേ ഫാർമസിസ്റ്റായിരുന്നു. അന്നേരം അവിടെ ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ 5 വർഷത്തോളമായി. അതെല്ലാം ബിൽഡിങ്ങൊക്കെ പോയപ്പോഴേ സാറ് പിന്നെ വേറെ എങ്ങും എടുത്തില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു നമുക്കറിയാവുന്നതാണല്ലോ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഈ മാസം 13-ാം തീയതി 2 വർഷമായി. ചോറ് മാത്രം വീട്ടിൽ വെക്കും, ബാക്കി ഫുള്ള് ഇവിടെ. രാവിലെ മീനെല്ലാം വെട്ടിയെല്ലാമായിട്ട് വന്ന് പച്ചക്കറി എല്ലാം അരിഞ്ഞെല്ലാം കൊണ്ടുവരും. ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് വന്ന് എല്ലാം ഇവിടെ തന്നെ വെക്കുന്നത്. കക്ക, കൊഞ്ച്, ചൂട, അയില, മത്തി, കിളിമീൻ, ചൂട മീൻ പീര. ഞാൻ BSc ഫിസിക്സ് കഴിഞ്ഞാണ്. അതെ, MSN കോളേജിലായിരുന്നു. പ്രീ ഡിഗ്രി ഫാത്തിമയിൽ, കൊല്ലം ഫാത്തിമ കോളേജിലായിരുന്നു. 3 മക്കളുണ്ട്. അതിൽ മൂത്താളിന് സമയം കിട്ടുന്നില്ല, എന്നാലും ഉള്ള സമയത്ത് വരും ആള്. അപ്പം ഞാൻ ബ്രദറും ഉമ്മയായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു തോട്ട് വരുന്നത്. എനിക്ക് കാർ വാഷായിരുന്നു. ഹൈവേയുടെ നവീകരണം വന്നപ്പോൾ ഷോപ്പ് പോയായിരുന്നു. അപ്പോൾ തൽക്കാലം ഉമ്മയായിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിള്ളേരങ്ങനെ പണിയൊക്കെ എടുക്കുവോ? പണിയൊക്കെ ചെയ്യും. ഇവൻ അറിഞ്ഞൂടാ, ഇവൻ ചെയ്യും. മൂത്തവൻ ചെയ്യും. നമ്മൾ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ക്ലാസ് പാസ്സായവളാ ഫിസിക്സ്. MBBS എൻട്രൻസ് എഴുതി വെയിറ്റ് ലിസ്റ്റ് വന്നതാ. പോയി തിരക്കാനൊന്നും ആളില്ലാതെ അത് പോയി. പിന്നെ അവള് BSc കംപ്ലീറ്റ് ചെയ്തു. എന്റെ പ്രതീക്ഷ പോയി നോക്കുന്നുള്ള. നമ്മുടെ ഷോപ്പ് വന്നിട്ട് കായംകുളം KP റോഡിൽ നിന്ന് മാവേലിക്ക റൂട്ട് മാക്സിമം ഒരു 300 മീറ്റർ. അവിടെ നമ്മുടെ ബോർഡ് കാണാം, ബഷീർ മെസ് എന്ന് പറഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. വളരെ നല്ല സമീപനമാണ് ഇവിടെയുള്ള ചേച്ചിയുടെ ആയാലും മക്കളുടെ ആയാലും. ഭയങ്കര നല്ല സമീപനമാണ്. അങ്ങനെ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇപ്പം ഞാൻ ഇവിടുത്തെ സ്ഥിരം ഒരു കസ്റ്റമറാണ്. മെഴുക്കുരുട്ടി, ബീട്രൂട്ട്, പിന്നെ അച്ചാർ, പിന്നെ കപ്പ, ഞാൻ 4, പിന്നെ പപ്പടം 5 ഐറ്റം. പിന്നെ മീൻകറി 2 തന്നെ കേട്ടോ. മുളകിട്ട മീൻകറി ഉണ്ട്, തേങ്ങരച്ച മീൻകറി ഉണ്ട്. നല്ല മുളകിട്ട മീൻകറി കൂട്ടി ഒരു പിടുത്തം പിടിക്കാം. ഇത് കൊഞ്ച് 60 രൂപ, കക്ക 60 രൂപ, മീൻപീര 40 രൂപ, അയില 50 രൂപ, പിന്നെ ചോറിന് 70 രൂപ കേട്ടോ. അത് 6 കൂട്ടം കറിയാം. ഇതിന് പുറമെ തന്നെ ഇനിയിപ്പോൾ കിളിമീനുണ്ട്, അയിലയുണ്ട്, മത്തി പൊരിച്ചതുണ്ട്. ഇപ്പം നമ്മൾ 2-3 ഐറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കടുമാങ്ങ ഡേയ്ന്ന അച്ചാറാട്ടോ, മുമ്പേ അച്ചാർ നൈസ്. നിങ്ങളാരെങ്കിലും കായംകുളം ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ കുറ്റിത്തിരി വരിക, ബഷീർ മെസ്സിൽ വരിക. ഉമ്മയുടെയും മക്കളുടെയും ഉമ്മയുടെയും സ്നേഹവും ഒരു കഥയൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തിൽ പങ്കുചേർന്ന് നല്ല ഭക്ഷണവും കഴിച്ച് വയറും മനസ്സ് നിറഞ്ഞ് പോവാം. തൽക്കാലം കഴിച്ചിട്ട് ഞാൻ വിടും. പോകട്ടെ. ബൈ.